ചേട്ടൻ്റെ ഈ അടുത്ത് നമുക്ക് എല്ലാവരും കേട്ട് വിഷമിച്ചൊരു വാർത്തയായിരുന്നു നമ്മുടെ ഇടവ ബഷീർ അദ്ദേഹത്തിൻ്റെ ഒരു മരണം. അപ്പോൾ അതേ വേദിയിൽ സുദീപേട്ടൻ ഉണ്ടായിരുന്നു. സുദീപേട്ടൻ എഴുതിയൊരു റൈറ്റപ്പ് ഒക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അറിയാത്ത കുറേ പേരും ഉണ്ടാവും. അപ്പോൾ അത് അദ്ദേഹത്തോടുള്ളൊരു സ്റ്റേജ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൻ്റെ കാര്യം? അതൊരു മറക്കാൻ പറ്റാത്ത നിമിഷമാണ്. നമ്മുടെ കൺമുന്നിൽ നമ്മളോട് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന, നമ്മൾക്ക് വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്ന ഹൃദയബന്ധമുള്ള ഒരാൾ നമ്മുടെ കൺമുന്നിൽ, അതും പാടിക്കൊണ്ട് മറിഞ്ഞ് വീഴുക, അവിടെ ജീവൻ വെടിയുക എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എവിടെയെങ്കിലും ഡ്രാമാറ്റിക് അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതിപ്പോൾ അത്രയും അടുപ്പമുള്ള ഒരാൾക്ക് സംഭവിക്കുമ്പോൾ ആ ആഘാതം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ബഷീർ ഖാൻ എന്ന് പറയുന്നത് മലയാള സംഗീത രംഗത്ത്, പ്രത്യേകിച്ച് സ്റ്റേജ് ഗാനമേള രംഗത്ത് വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം പാടാൻ എനിക്കും അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം 1-2 പാട്ടുകൾ പാടി, പിന്നെ ഒരു പാട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പാടിയിട്ട് വേണം അടുത്ത പാട്ട് എനിക്ക് പാടാൻ. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പാടി മുഴുമിക്കുന്നതിന് ഒരു വരിക്ക് മുമ്പാണ് വീഴുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്ക് പോലും റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല വീണു എന്നോ പാട്ട് നിന്ന്. അപ്പോൾ ആ വീഴുന്ന സമയത്ത് പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ബാക്കിൽ കേൾക്കാം. നമ്മൾ ആ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി. അപ്പോൾ അതൊരു വലിയൊരു സങ്കടം നിറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. പിന്നെ എല്ലാവരും പറയും വേദിയിൽ ഒരു കലാകാരൻ വിടവാങ്ങുന്നത് ഏറ്റവും ഭാഗ്യമാണ്. അത് കാൽപ്പനികമായിട്ട് അങ്ങനെ പറയാം, പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ അതൊരു തീരാവേദനയാണ്. നമുക്കിപ്പോൾ അത് ഓർക്കാൻ പറ്റുന്നില്ല ആ രംഗം. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇനി ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നും കൂടി കുറച്ച് കളിച്ചിരിച്ച് തമാശകളുമായിട്ട് പോകാനായിട്ട് ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, റെഡി? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ ജനറൽ നോളേജ് അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ. പക്ഷേ പണിഷ്മെന്റ് ഉണ്ടോ? പണിഷ്മെന്റ് ഇല്ല, പെട്ടെന്ന് പറയണം. പിന്നെ സത്യസന്ധമായിരിക്കണം ആൻസർ. ആദ്യം നമുക്ക് സുദീപേട്ടനിൽ തുടങ്ങാം. അങ്ങനെയാണല്ലേ. സൂപ്പർ ഹിറ്റ് ആവാതിരുന്നിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ? സാഗരം സാക്ഷി. ഓക്കെ. മരിച്ചു പോയ ഒരാളെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ ആരെ കാണാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക? ദേവരാജ മാസ്റ്റർ. ഒരു സിനിമാ നടിയെ വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെ വിവാഹം കഴിക്കും? മലയാളം, തമിഴ്, തെലുഗു, ഹോളിവുഡ്? ഹോളിവുഡ് വരെ പോവാം. പെട്ടെന്ന് ഇഷ്ടമുള്ളൊരു സിനിമാ നടി പറ. നടക്കില്ല. 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇതിലേത് തെരഞ്ഞെടുക്കും? ഞാൻ കുറച്ച് സംഭവം പറയും. ഒന്ന് പെട്രോൾ, ഒന്ന് ഫുഡ്, ഒന്ന് നമ്മുടെ ഗ്യാസ് LPG. ഫുഡ് 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഫുഡ് തെരഞ്ഞെടുക്കും. ഗ്യാസും ഒക്കെ മേടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനല്ലേ? അതിനേക്കാളും ഫുഡ് കിട്ടിയാൽ പിന്നെ അതുപോലെ. പെട്രോൾ നമ്മൾ കടയിലൊന്നും പോകുന്നില്ല, ഫുഡ് വീട്ടിൽ കൊണ്ട് തരുമല്ലേ? അല്ല, ഫുഡ് കഴിച്ചിട്ട് മിണ്ടാതിരുന്നാ മതിയോ? പോണ്ടേ സ്ഥലത്ത് പണിയെടുക്കാൻ പോണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും ഫുഡാണ് ചേട്ടൻ ആവശ്യം. ഓക്കെ, ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ഫിലിമിൽ പാടാൻ ഞാൻ അവസരം ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നോ? ഗ്രാജുവേഷൻ വരെ യെസ്. ഗ്രാജുവേഷൻ വരെ യെസ്. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പിന്നെ താല്പര്യം പോയി. ഓക്കെ, ഇനി ചേച്ചിയുടെ ആണ്. മറ്റുള്ളവർ നിങ്ങളുടെ ഹസ്ബൻഡിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? ചേച്ചി കണ്ടിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? സ്വഭാവം. അതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കുറച്ച് സാധനങ്ങൾ: മണി, മൊബൈൽ ഫോൺ, ഹസ്ബൻഡ്. നോട്ടി ബോയ്. ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതങ്ങ് തീരുമാനിച്ചു. ഇനി സിംഗർ ആയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന് ഏത് പ്രൊഫഷൻ ആയിരിക്കും സ്യൂട്ട് ചെയ്യുക? മാന്യമായിട്ടുള്ള പറയണം. ഏത് ജോലിയായിരിക്കും? ഒരു സ്കൂളിലെ സാറല്ലേ, ഒരു നല്ലൊരു അധ്യാപകൻ, ഒരു മാഷ്. ഇനി ചേച്ചിയുടെ എസ് ഓർ നോ ആണ്. എസ് ഓർ നോ. പബ്ലിക് എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല. നോ. ഓക്കെ. ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാർട്ട്ണർ കള്ളം പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റും. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് നിങ്ങളുടെ മനസ്സറിയാനും കൂടി പറ്റിയ ഒരു സെഗ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും കൂടി ചേർന്നിട്ട് ഒരു സമ്മാനം കൂടി എന്റെ കയ്യിലുണ്ട്, അതും കൂടി ഞാൻ തരാം. ഓക്കെ. പക്ഷെ അതിനുമ്പ് നമുക്കൊരു ഡാൻസ് കണ്ടാലോ? ചേച്ചിയുടെ ഡാൻസ് കാണാത്ത എന്താഘോഷം അല്ലേ? ചേച്ചി ഒരു ഡാൻസ് ചെയ്യണം, സുദീപേട്ടൻ പാടും. അതായത് സുദീപേട്ടൻ പാടുന്നതിന് ഒരു ഡാൻസ്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു കോംബോ വരുമല്ലോ. കൃഷ്ണചന്ദ്ര രാധാമോഹന മേരേ മനു
में विराजो जी, मेरे मन में विराजो जी। मधुरं गायति मीरा, मीरा मधुरं गायति मीरा। ओ हरिजपलय मीरा, एन् पार्वण विधुमुखी मीरा। प्रणयाञ्जलि प्रणवाञ्जलि, ഹൃദയാകുലീകലമൊഴിഞ്ഞു മധുരമൊരു മന്ത്രസന്ധ്യയായി നീ. മധുരം ഗായതി മീര, മീര മധുരം ഗായതി മീര.